ഹായ് ഓൾ വെൽക്കം ടു എ ന്യൂ വീഡിയോ. മൺചട്ടിയിൽ നാടൻ രീതിയിൽ കട്ടി ചാറിൽ എങ്ങനെയാണ് ഒരു ഫിഷ് കറി റെഡിയാക്കുക എന്നുള്ളതാണ് കേട്ടോ ഒന്ന് കാണിക്കുന്നത്. കറി റെഡിയാക്കാനായിട്ട് ഞാനിത് അവിടെ ഒരു മൺചട്ടി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വന്ന സമയത്ത് അതിലേക്ക് ഒരു 3 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉലുവ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉലുവ പൊട്ടി വന്നപ്പോൾ ഞാനിത് ഇവിടെ വലിയ 2 സവോള ചോപ്പ് ചെയ്തതാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സവോള നന്നായിട്ട് വഴണ്ടി വരണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് തന്നെ ചോപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വഴണ്ടി കിട്ടും കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മളിത് വാടാൻ ആവശ്യത്തിനായിട്ടുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കറി റെഡിയാക്കുന്ന സമയത്ത് സവോള ഒക്കെ നന്നായിട്ട് വെന്ത് മിക്സ് ആയാലേ നമുക്ക് ആ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ സവാള അത്യാവശ്യം വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു 6 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ ഒരു 1/2 പീസ് ഇഞ്ചി, 4 പച്ചമുളക്, അതുപോലെ കുറച്ച് കറിവേപ്പില കൂടിയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പേസ്റ്റ് ആക്കി ഇടുന്നേക്കാളും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അതുപോലെ കട്ട് ചെയ്തിടുമ്പോഴാണ് കേട്ടോ. കറിയിൽ കിടന്നിട്ട് ഒന്നും കൂടെ ഒക്കെ വെന്ത് അതിൻ്റെ സ്മെല്ലും ആ ടേസ്റ്റൊക്കെ നന്നായിട്ട് ഇത് കറിയിലേക്ക് ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വലിയ തക്കാളിയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതെല്ലാം കൂടി ഒന്ന് വഴണ്ടി വരാനായിട്ട് 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയ സമയത്ത് സവോളയും തക്കാളിയും അത്യാവശ്യത്തിന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി വഴണ്ടി വരാത്ത വലിയ പീസസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കയ്യിൽ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഉടച്ച് കൊടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സായി പേസ്റ്റ് പോലെ ആകുമ്പോൾ നമ്മളെ മീൻ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതിലേക്ക് പൊടികളാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണിന് മല്ലിപ്പൊടി കൂടിയാണ് കേട്ടോ ആഡ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നിടം വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് സിമ്മിലിട്ട് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ മസാല പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് കുറച്ച് പുളിവെള്ളമാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് കറിയിലേക്ക് എത്രയാണോ വെള്ളം ആവശ്യമുള്ളത് ആ അളവിന് വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 5 മിനിറ്റോളം ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം, നന്നായിട്ടൊന്ന് തിള വരുന്നിടം വരെ. അപ്പോൾ നമ്മളുടെ കറി ഒരു 2-3 മിനിറ്റ് ആയപ്പോൾ തന്നെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. മൺചട്ടിയാണ്, പെട്ടെന്ന് ചൂടുമാവും, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തിള വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആയിക്കോറയുടെ കുറച്ച് പീസും അതുപോലെ തന്നെ എൻ്റെ തലയുടെ കുറച്ച് കഷ്ണങ്ങളുമാണ്. അപ്പോൾ ഫിഷൊക്കെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫിഷ് ഉടഞ്ഞു പോവാത്ത രീതിയിൽ വേണം കേട്ടോ മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് ശേഷം ഈ സമയത്ത് ഉപ്പൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് വേണ്ട അളവിൽ ഉപ്പും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഒരു 3 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. മൺചട്ടിയാണ്, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ 2-3 മിനിറ്റ് മതിയാവും, അല്ലാന്നുണ്ടെങ്കിൽ ഫിഷ് പെട്ടെന്ന് തന്നെ ഉടഞ്ഞു പോവും. അപ്പോൾ 2 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ അത്യാവശ്യം കറിയൊക്കെ നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഫിഷൊക്കെ കുക്കായൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടിയാണ് ആഡ് ചെയ്തെടുക്കുന്നത്. അതിന് ശേഷം കുറച്ച് ഉലുവൻ്റെ പൊടി കൂടി ആഡ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കറിക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അടിപൊളി മീൻ കറിയാണ്. ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക.